ുള്ള ജനങ്ങൾക്കും, അതായത് റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാട്ടിലുമുള്ള ജനങ്ങൾക്കും 2 വീതം ജനപ്രതിനിധികളെ ലഭിക്കുന്നു എന്നുള്ളതാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ജനപ്രതിനിധിയായി ലഭിക്കും. അതുപോലെ തന്നെ റായ്ബറേലിയിലെ ജനങ്ങൾക്ക് രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയുടെയും സേവനം അവിടെയും ലഭിക്കുമെന്ന രീതിയിൽ അവർ ഇപ്പോഴത്തെ തീരുമാനത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി വയനാടിന് നൽകിയ ഉറപ്പുകൾ എന്താണോ ആ ഉറപ്പുകളൊക്കെ തന്നെ പാലിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പാർട്ടി നേതൃത്വം. വൈകാരികമായാണ് രാഹുൽ വയനാടുമായുള്ള ആത്മബന്ധത്തെ വിശദീകരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ തന്റെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തനിക്ക് സ്നേഹവും പിന്തുണയും നൽകി, അത് ജീവിതകാലം മുഴുവൻ താൻ സ്മരിക്കും, ഹൃദയം കൊണ്ട് ജനങ്ങൾക്ക് നന്ദി പറയുന്നു എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ തനിക്ക് പോരാട്ടം നടത്തുന്നതിന് തനിക്കൊപ്പം ഉറച്ചു നിന്നത് വയനാട്ടിലെ ജനങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. വയനാട്ടിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയില്ല, ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിലേക്ക് സന്ദർശനം നടത്തും, വയനാട്ടിലെ ജനങ്ങൾക്കായി തന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുമെന്ന് കൂടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ചുവടുവയ്പ് കൂടിയാണ്. 2019 പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനാ രംഗത്തേക്ക് വരുന്നത്. അന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ്, കിഴക്കൻ ഉത്തർപ്രദേശിന്റെ സംഘടനാകാര്യ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് മുതൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകണമെന്നുള്ള ആവശ്യം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ 2024 തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നപ്പോഴും അവർ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച വയനാട്ടിൽ അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഒഴിവ് നികത്തുന്നതിന് വേണ്ടി മത്സരിക്കുമ്പോൾ വ്യക്തമാണ് ശരത്. രാഹുൽ ഗാന്ധി ചുരം ഇറങ്ങുന്നു, രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചുരം കയറുന്നു.